നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്ക് കൊണ്ടിട്ടോ പറയും. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ടത്. സദക്കയുടെ പിന്നിൽ സദക്ക കൊടുത്തവനാണ് ഇജാബത്ത്. നമ്മള് ഇവ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയാല് ജുമാ കഴിഞ്ഞതിന് ശേഷം ഖബർ സിയാറത്തിന് പോകും. അപ്പോൾ ഉസ്താദ്മാരാരേലും കൂട്ടിയിട്ട് നമ്മൾ ദ്വാരുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പൈസ ഒരു ഹദിയ കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളതല്ല, അതുകൊണ്ട് 100 റുപ്യ മതിയെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ സംഭവിച്ചാൽ എന്താ വെച്ചാൽ ഈ ദ്വാരക്കണേൻ്റെ കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദ്വാ ഫ്രീ ആണല്ലോ, കൊടുക്കുന്നത് ഹദിയാക്കിയാൽ മതിയല്ലോ. നൈവേറ്റ് വരുന്നുണ്ട്, ബക്കറ്റേറ്റ് വരുന്നുണ്ട്, സ്റ്റേജ് മന്ന് തുടങ്ങിക്കോളി, എല്ലാവരുടെ അടുത്തും മേടിച്ചോളി, എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കി, എന്നിട്ട് അത് വരാതേറ്റ് വരുമ്പോൾ അതിൽ നല്ലോണം പൈസ ഇട്ട് കൊടുക്കണം. ഈ വയത് അതിനുള്ളതല്ല കേട്ടോ. വയത് സദക്കക്ക് ഉള്ള വയത് പറയില്ല, അത് ഞാൻ പൊതുവെ പറയലില്ല. പക്ഷെ ബൽക്ക് ഇതിന് കുറെ ചിലവൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ എന്തായാലും അടുത്ത് തന്നെ അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉള്ളതിനനുസരിച്ച് അവനാൻ്റെ കഴിവിനെ കുറിച്ച് ഏറ്റവും ബോധം അവനാനാണ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളതിനനുസരിച്ച് എല്ലാവരും കാര്യമായിട്ട് ആ ബക്കറ്റിൽ സഹായിക്കണം. സ്ത്രീകളും അവരുടെ ഭാഗത്ത് നിന്ന് അതിലേക്ക് കാര്യമായ സഹായം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തും. ഞാൻ ഓലിനെ ഏൽപ്പിക്കാൻ വന്നേക്കിന് എന്നെ പിരിവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഓല് പറയും ചെയ്തിട്ടുണ്ട്. അത് എഴുതിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട, ഓൽക്ക് ഇതിൻ്റെ ചിലവൊക്കെ കൂടി ഒത്തുപോകണം. അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും ഹദിയ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇത് കൊടുക്കുമ്പോൾ അയാൾ ദ്വാരക്കുകയാണെങ്കിൽ തിരിച്ചു ദ്വാരന്നിട്ട് പോന്നാൽ മതി. എന്താ വെച്ചാല് ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ്, ദുആന്റെ കൂലി അവിടേക്ക് എത്തൂല. വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ്. സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദുആ വാങ്ങല്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു തമാശ ഉണ്ട്, ഇല്ലാത്തതാണ് തമാശയാണ്, അത് പറയാം. ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ്, ബട്ടൺസ് ഇങ്ങനെ തുന്നാണ്. അപ്പൊ വല്യമ്മാന്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി. ഇല്ലാത്തതാട്ടോ, ഉള്ളതല്ലേ. ഏത് വല്യമ്മയെന്നൊന്നും ചോദിച്ചു കണ്ട് എൻ്റെ പിന്നാലെ വരണ്ട, ഒരു തമാശ. പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട്. അതിനിപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഇങ്ങോട്ട് നോക്കിയെല്ലാവരും.